ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിറ്റി ടോക്സ്. മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ കല്യാണി, അവരുടെ ശരിക്കുള്ള പേര് ജീവലക്ഷ്മി എന്നാണ്. ഈ കല്യാണി ഒരു സ്ഥാപനത്തിൽ ചെന്ന് കൊളാബ് ചോദിച്ച് ആകെ കൊളായി. ഇപ്പൊ ആ കൊളത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം ദിവസേന എന്നോണം യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ആരാധകരെ സന്തോഷിപ്പിച്ചിരുന്ന കല്യാണി, പൈസ കൊടുത്താല് ചൊറിഞ്ഞണവും വെളുപ്പിക്കുമെന്നും പറഞ്ഞ് മുഖത്ത് തേച്ച് കാണിക്കാൻ മടിയില്ലാത്ത കല്യാണി പക്ഷേ കഴിഞ്ഞ 8 മാസമായിട്ട് ആരാധകരെ പോലും അറിയിക്കാതെ ഒരു കാര്യം ചെയ്യുകയായിരുന്നു. മൈഗ്രെയിൻ വന്ന് തല പൊട്ടിപ്പൊളിയുന്ന അവസ്ഥയിലും ആശുപത്രി പോകുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് വീഡിയോയായി ഇട്ടിരുന്ന കല്യാണി പക്ഷേ കഴിഞ്ഞ 8 മാസമായിട്ട് വെളുക്കാനും വണ്ണം കുറയാനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയത് മാത്രം ആരാധകരെ എന്നല്ല ഒരു പൂച്ചാണ്ടിയോടും പറഞ്ഞിട്ടില്ല. അവസാനം കല്യാണി ട്രീറ്റ്മെന്റിന് പോയ ആ സ്ഥാപനവുമായി എന്തൊക്കെയോ കശപിശ ഉണ്ടാകേണ്ടി വന്നു ആരാധകർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറെ കള്ളത്തരങ്ങളുമായിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ജീവലക്ഷ്മി വന്നിരുന്നു. അതൊക്കെ ഓരോന്നായിട്ട് യൂട്യൂബേഴ്സ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് അതെല്ലാം അവരുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഇതിലൊന്നും പെടാതെ സെയിം പരിപാടി, അതായത് ഫേക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റിയാണ്. ഗ്ലാമി ഗംഗ എന്ന യൂട്യൂബ് ചാനലിലെ ഗംഗയാണ് ആ താരം. കോസ്മെറ്റിക്കുകൾ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു യൂട്യൂബർ ഉണ്ടോന്ന് പോലും സംശയമാണ്. അത്രയധികം പ്രൊഡക്ട്സുകളാണ് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർട്ടിഫൈഡ് ഡോക്ടറെ പോലും കളിയാക്കിയ കല്യാണിയെ പോലെ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു ഫേക്ക് ലേഡിയാണ് ഈ ഗംഗ എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഒരു റൂൾ ഉണ്ട്, ആരോഗ്യ സംബന്ധമായ മെഡിസിനുകൾ ആ ഒരു മേഖലയിൽ ഉള്ളവരല്ലാതെ, അതായത് മെഡിക്കൽ ലൈസൻസ് ഉള്ളവരല്ലാതെ ഒരു മരുന്നിനെ പറ്റിയും അങ്ങനെ അല്ലാത്തവരാരും പ്രമോഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് മുറിവൈദ്യന്മാർ യൂട്യൂബിലൂടെ അസുഖങ്ങൾക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കരുതെന്ന്. അങ്ങനെ ഒരു നിയമം ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവർക്കും ബാധകമാക്കേണ്ടതുണ്ട്. ഇതിപ്പോ പൈസ കൊടുത്താല് പട്ടിക്കാട്ടം പൊടിച്ചത് വരെ വെളുക്കുമെന്നും പറഞ്ഞ് പ്രമോഷൻ ചെയ്തു കൊടുക്കാൻ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് തയ്യാറായി നിൽക്കുമ്പോൾ ലഹരി മാഫിയ പോലെ തന്നെ ബ്യൂട്ടി പ്രൊഡക്റ്റ് മാഫിയയും ഇവിടെ പതിയെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പോലെ ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ സ്കിന്നിന് ദോഷമായാണ് വരാറ്. വിയർക്കുന്ന സമയത്ത് പല ബ്യൂട്ടി പ്രൊഡക്റ്റിലും കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് അത് സ്കിന്നിനും പ്രതികൂലമായി ബാധിച്ചു ഉടലിലെ ക്യാൻസറിന് കാരണമാകുന്നുവെന്ന കണ്ടെത്തലിൽ കുട്ടികളിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് തടയാനൊരുങ്ങുകയാണ് ശിശുക്ഷേമ സമിതി. ഏതൊക്കെയോ ബ്രാൻഡിന്റെ പല പല ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കുകൾ ഗംഗയുൾപ്പെടെയുള്ള വ്ളോഗേഴ്സ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരുടെ കമന്റ് സെക്ഷനിൽ ചേച്ചിക്കുട്ടി ലിങ്ക് ഇടുമോ, കളർ ഷെയ്ഡ് പറഞ്ഞു തരുമോ, ഹായ് തരുമോ, ലവ് യു ചേച്ചിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കുറുകുന്നത് അധികവും സ്കൂൾ കുട്ടികളാണ്. അത്രത്തോളം അഡിക്ഷൻ ആണ് ഇവര് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഗ്ലാമി ഗംഗ എന്ന ബ്യൂട്ടി വ്ളോഗർ ഉൾപ്പെടെ പലരുടെയും ആദ്യകാലത്തെ ജീവിത സാഹചര്യവും വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത നിലവിലെ സാഹചര്യവും ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ സ്മഗ്ലേഴ്സിന്റെയും ലഹരി വിൽപ്പനക്കാരുടെയും പോലുള്ള വളർച്ചയാണ് ഇവരൊക്കെ കൈവരിച്ചത്. പൈസയ്ക്ക് വേണ്ടി യാതൊരു എത്തിക്സും ഇല്ലാതെ കണ്ണി കണ്ട ഫേക്ക് പ്രൊഡക്റ്റുകളുടെ എല്ലാം പ്രൊമോഷൻ ചെയ്തു കൊടുത്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഒരു ആർഭാട ജീവിതം ഇവർ നയിക്കുന്നത്. പൈസ ഉണ്ടാക്കിക്കോട്ടെ, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇത്തിരിയെങ്കിലും ഒരു പ്രതിബദ്ധത സ്വന്തം സബ്സ്ക്രൈബേഴ്സിനോടെങ്കിലും കാണിക്കണ്ടേ. ഗ്ലാമി ഗംഗയുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ തോന്നും ഇവര് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതെന്ന്. ഈ ഫേക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള കഴിവായി ഇവരൊക്കെ കണക്കാക്കുന്നത് അവരുടെയൊക്കെ വായ്ത്താളം അടിക്കാനുള്ള കഴിവും പിന്നെ ഈ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതൊക്കെയാണ്. ഗ്ലാമി ഗംഗ ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഗംഗയോട് പറയാനുള്ളത്, മതി ഗംഗ, ഇങ്ങനെ പറ്റിച്ച് തിന്നത് മതി. നിങ്ങൾ ഏതൊരവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാലോ. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന ആർഭാടത്തിലേക്ക് നിങ്ങൾ എത്തിയത് നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളോടുള്ള വിശ്വാസം ചൂഷണം ചെയ്തിട്ട് കൂടിയാണ്. നിങ്ങൾക്കിപ്പോ നല്ലൊരു വീടായി, കാറായി, അത്യാവശ്യം സമ്പാദ്യങ്ങളായി. ഇനിയെങ്കിലും ഈ പറ്റിച്ച് തിന്നു കൊഴുക്കുന്നത് ഒന്ന് നിർത്തിക്കൂടെ? ഇതേ ചോദ്യം തന്നെയാണ് ബബിത ബബി, നീതു ക്രിയേഷൻസ്, ശീതൾ എൽസ, സിലു ടോക്സ് സൽഹ, പ്രവീൺ മൃദുല, അസ്വി വ്ളോഗ്, കൃഷ്ണ ഫാമിലിയിലെ സഹോദരിമാര് അർച്ചന ദേവ്, അപർണ തോമസ്, മാളവിക കൃഷ്ണകുമാർ, മീ തന്മരി, പുള്ളോത്തി, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ബ്യൂട്ടി വ്ളോഗേഴ്സിനോട് ചോദിക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയും പേരുകളൊന്നും എനിക്കറിയില്ലായിരുന്നു. കമന്റ് സെക്ഷനിൽ പലരും പറഞ്ഞ പേര് കണ്ട് അവരുടെയൊക്കെ ചാനൽ പോയി നോക്കിയപ്പോഴാണ് ഇത്രയധികം ആളുകൾ ഒരു മാഫിയ പോലെ ഈ ഫേക്ക് പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻസിന്റെ പിന്നിലുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയവരും എനിക്ക് അറിയാത്തവരുമായി ഒരുപാട് പേര് ഇനിയുമുണ്ട്. മതിയായ യോഗ്യതയില്ലാത്തവര് അവരുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ട് അടക്കി വാണോണ്ടിരിക്കുകയാണ് ഈ ഒരു മേഖല. ഇപ്പോൾ സർട്ടിഫൈഡ് അല്ലാത്തവര് ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യരുത്, പ്രൊമോഷൻ ചെയ്യരുത് എന്നുള്ള ഒരു നിയമം വരേണ്ട കാലം ഇപ്പൊ തന്നെ അതിക്രമിച്ചു. അങ്ങനെ ഒരു നിയമം ശക്തമാവാത്തിടത്തോളം കാലം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ ഓവറായിട്ട് പല പല പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടാൽ റിപ്പോർട്ട് അടിക്കുക. പിന്നെ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ചുറ്റുപാടിൽ ആരെങ്കിലുമൊക്കെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ വീഡിയോ
വീഡിയോയും കണ്ട് അഡിക്റ്റ് ആയി നടക്കുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക എന്നതൊക്കെയാണ്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ കണ്ടിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ചാനലും തുറന്നിരിക്കുന്ന, അതിന് യോഗ്യതയില്ലാത്ത യൂട്യൂബേഴ്സിന്റെ പേരും അവരുടെ ചാനലിന്റെ പേരും ദയവായിട്ട് കമന്റ് ചെയ്യുക. ഇതിപ്പോ ഈ കല്യാണി എന്ന ജീവലക്ഷ്മി ഉണ്ടാക്കി തന്നേക്കുന്നത് ഒരു ചാൻസ് ആണ്. എല്ലാ ഫേക്ക് പ്രൊമോഷൻകാരെയും പൂട്ടാനുള്ള ഒരു ചാൻസ്. ഇതൊരു തുടക്കമായി മാറട്ടെ. അധികാരികള് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവര് ഇത് ഫലപ്രദമായി ഉപയോഗിച്ചാല് ഈ മേക്കപ്പ് റാണികളുടെ തേരോട്ടം ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.